പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ABC and ADC are two right triangles with a common hypotenuse AC. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്, ABCയും ADCയും. രണ്ടിനും കോമൺ ആയിട്ടാണ് ഹൈപ്പോട്ടനസ് ഉള്ളത്. AC ആണ് ഇതിന്റെ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ട്രയാങ്കിൾ ABC വരയ്ക്കുന്നു. This is triangle ABC. ഇവിടെ ആംഗിൾ B is right angle, so angle B is 90 degree. ഇനി അടുത്തത് ആംഗിൾ ADC. ഇപ്പൊ AC കോമൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ട്രയാങ്കിൾ ADC വരയ്ക്കാം. ട്രയാങ്കിൾ ADC ഇതും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ആംഗിൾ D is 90 degree. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് ആംഗിൾ CAD is equal to ആംഗിൾ CBD. ആംഗിൾ CADയും ആംഗിൾ CBDയും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആംഗിൾ CAD എന്ന് പറയുന്നത് ഇതാ ഈ ആംഗിൾ ആണ്. ആംഗിൾ CBD എന്ത് വരും? CBD. ഇതാ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വേണം. അപ്പോൾ സിയും ഡിയും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ CBD എന്ന് പറയുന്ന ആംഗിള് ഇതാ ഈ ആംഗിൾ ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഈ രണ്ട് ആംഗിൾസും ഇതാ ഈ CDയിൽ നിന്നുള്ള ആംഗിൾസ് ആണ് അല്ലെ. CDയിൽ നിന്ന് പോകുന്ന ആംഗിൾസ് ആണ് ആംഗിൾ CADയും ആംഗിൾ CBDയും. സെയിം സെഗ്മെന്റിൽ നിന്നുള്ള ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. സെയിം സെഗ്മെൻ്റ് ആണ് എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വാഡ്രിലേറ്ററൽ ABCD ഒരു സർക്കിളിനകത്താണ് എന്ന് നമ്മൾ കാണിക്കണം. അപ്പോൾ സർക്കിളിനകത്താകണമെങ്കിൽ എന്താവണം? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആകണം. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഇതിൻ്റെ ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഈ ക്വാഡ്രിലേറ്ററൽ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 90 ആണ് എന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പൊ ഈ ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 എന്ന് നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഗിവൺ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാണ് ഇവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത്? ട്രയാങ്കിൾ ABC and triangle ADC are right angled triangles with a common hypotenuse AC. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ CAD is equal to ആംഗിൾ CBD എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫ് എഴുതാം. ഇവിടെ നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഗിവൺ ചെയ്തിട്ടുള്ളത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുണ്ട്. സോ ആംഗിൾ B is equal to 90 ഡിഗ്രി. ഇത് നമുക്ക് ഗിവൺ ആണ്. അതേപോലെ ആംഗിൾ D is equal to 90 ഡിഗ്രി. ഇതും ഗിവൺ ആണ്. രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓൺ ആഡിങ് ആംഗിൾ B ആൻഡ് ആംഗിൾ D നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ B പ്ലസ് ആംഗിൾ D is equal to 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ B പ്ലസ് ആംഗിൾ D is equal to 180 ഡിഗ്രി. അപ്പൊ ആംഗിൾ Bയും ആംഗിൾ Dയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അപ്പൊ ആംഗിൾ B പ്ലസ് ആംഗിൾ D 180 കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ക്വാഡ്രിലേറ്ററൽ ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് of quadrilateral
ABCD is 180 degree. Therefore, quadrilateral ABCD is cyclic. ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സൈക്ലിക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് സർക്കിളിനകത്താക്കാം അല്ലേ? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ അതിന്റെ 4 വെർട്ടിസസും എന്തായിരിക്കും? സർക്കിളിലായിരിക്കും ലൈ ചെയ്യുന്നത്. എയും ബിയും സിയും ഡിയും സർക്കിളിലാണ് ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ CADയും ആംഗിൾ CBDയുമാണ്. ഇത് രണ്ടും ഈ സെയിം സെഗ്മെന്റിൽ നിന്നുള്ള ആംഗിൾസ് ആണ് അല്ലേ? സെയിം സെഗ്മെന്റിൽ നിന്നുള്ള ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ CAD is equal to ആംഗിൾ CBD. Angles in the same segment are equal. അപ്പോൾ നമ്മളിവിടെ ആംഗിൾ CAD is equal to ആംഗിൾ CBD എന്ന് പ്രൂവ് ചെയ്തു. വളരെ എളുപ്പമാണ്. നമുക്ക് തന്നിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് നമ്മളതിൻ്റെ ഫിഗർ വരച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും ആ റൈറ്റ് ആംഗിൾസ്. ആ റൈറ്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 180 എന്ന് കിട്ടും. അപ്പോൾ ഓപ്പോസിറ്റിലുള്ള ആംഗിൾസിൻ്റെ സം 180 ആണെങ്കിൽ അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആയിരിക്കും. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആയതുകൊണ്ട് സെയിം സെഗ്മെന്റിൽ നിന്നുള്ള ആംഗിൾസ് എപ്പോഴും equal ആയിരിക്കും. So that a cyclic parallelogram is a rectangle. Cyclic parallelogram ഒരു rectangle ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഫിഗർ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു ഫിഗർ വരയ്ക്കണം. അപ്പോൾ സൈക്ലിക് പാരലോഗ്രാം വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു പാരലലോഗ്രാം നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഞാനിവിടെ പാരലലോഗ്രാം ഒരു ക്വാഡ്രിലേറ്ററൽ ആണ്. അപ്പോൾ 4 സൈഡ്സ് ആണുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു പാരലലോഗ്രാം വരയ്ക്കുന്നു. പാരലലോഗ്രാം PQRS. അപ്പൊ ഞാൻ പാരലലോഗ്രാം PQRS വരച്ചു. ഇത് റെക്റ്റാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. റെക്റ്റാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. PQRS ഈസ് എ സൈക്ലിക് പാരലലോഗ്രാം അല്ലേ? PQRS is a cyclic parallelogram. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? To prove PQRS is a rectangle. ഇത് റെക്റ്റാങ്കിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫ് എഴുതാം. അപ്പൊ ഇതൊരു സൈക്ലിക് പാരലലോഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ PQRSന് പാരലലോഗ്രാം ഒരു ക്വാഡ്രിലേറ്ററൽ ആണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? സിൻസ് PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ P plus ആംഗിൾ R is equal to 180 degree. റീസൺ എന്തെഴുതാം? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. ഇനി നമുക്കറിയാം ഇതൊരു പാരലലോഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സൈക്ലിക് പാരലലോഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലലോഗ്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പം ആംഗിൾ പിയും ആംഗിൾ ആറും എന്താണ്? ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ പിയും ആംഗിൾ ആറും ഈക്വൽ ആണ്. ഇവിടെ റീസൺ എന്തെഴുതാം? ഇൻ എ പാരലലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഈ ആദ്യം എഴുതി ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് എടുത്തു. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കുന്നു. ഫ്രം ഇക്വേഷൻ 1 and 2 ഈ രണ്ട് ഇക്വേഷനകത്തു നമുക്ക് എന്തെഴുതാം? P plus R is equal to 180. ഇവിടെ ആംഗിൾ P is equal to ആംഗിൾ R. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ ആറിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ആംഗിൾ P എന്ന് കൊടുക്കാം അല്ലെ? ആംഗിൾ Pയും ആംഗിൾ ആറും
ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇവിടെ? ആംഗിൾ പി പ്ലസ് ആംഗിൾ പി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ പി പ്ലസ് ആംഗിൾ പി ഈസ് ഈക്വൽ ടു 2 ആംഗിൾ പി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ പി എന്ത് വരും? 180 ഡിഗ്രി ബൈ 2 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ പി 90 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ആംഗിൾ പിയും ആംഗിൾ ആറും ഈക്വൽ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ആംഗിൾ ആറും എന്തായിരിക്കും? ആംഗിൾ ആറും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ പിയും ആംഗിൾ ആറും 90 ഡിഗ്രി വീതമാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് എന്തും പറയാം? ആംഗിൾ എസും ആംഗിൾ ക്യൂവും 90 വീതമാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ സിമിലർലി ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഈച്ച് ആംഗിൾ ഓഫ് പി ക്യു ആർ എസ് ഈസ് 90 ഡിഗ്രി. ഹെൻസ് പി ക്യു ആർ എസ് ഈസ് എ റെക്ടാംഗിൾ. ഇതിന്റെ എല്ലാ ആംഗിൾസും 90 ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഏതെങ്കിലും രണ്ട് ആംഗിൾ 90 ആണ് എന്ന് കണ്ടുപിടിച്ച ആ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്തതും കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് ഇവിടെ സിമിലർലി എന്ന് എഴുതിയത് കേട്ടോ. ഈ സെയിം മെത്തേഡിൽ തന്നെ, അതായത് ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ 180 എന്ന് നമുക്ക് എഴുതാം. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് 180 ഡിഗ്രി അല്ലെ, സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആയതുകൊണ്ട്. പിന്നെ ഇതൊരു പാരലോഗ്രാം ആണെന്ന് പറഞ്ഞതുകൊണ്ട് എസും ക്യൂവും ഈക്വൽ ആണ് എന്ന് പറയാം. അപ്പൊ എസ് പ്ലസ് ക്യൂവിന്റെ പ്ലേസിൽ എസിന് പകരം നമുക്ക് ക്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 2 ആംഗിൾ എസ് ഈസ് ഈക്വൽ ടു 180 എന്ന് കിട്ടും. ഈ പിയും ആറും കണ്ടുപിടിച്ച സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ക്യൂവും എസും കണ്ടുപിടിക്കാം. Thus, each angle of PQRS is 90 degree. Hence, PQRS is a rectangle. അപ്പോൾ ഈ സൈക്ലിക് പാരലലോഗ്രാം ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ എക്സസൈസ് ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.